അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സുവർണ മന്ദിരം എന്ന് പറയുന്ന അമൃത്സറിലുള്ള ആ ഒരു മന്ദിരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇന്നെടുക്കാനുള്ളത് മുഗൾ ബാദുഷാ ഷാജഹാൻ കോ ഇമാരത്തെ ബൻവാനെ കാ ബഡാ ഷൗഖ് താ. മുഗൾ രാജാവായ ഷാജഹാന് കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, നിർമ്മിതികൾ ഉണ്ടാക്കുക എന്നുള്ളതിൽ ബഡാ ഷൗഖ് താ, വളരെ ആഗ്രഹമുണ്ടായിരുന്നു. കെട്ടിട നിർമ്മാണത്തിലെ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഉസ്നെ ദിഹ്ലി കോ അപ്നി രാജധാനി ബനായ. അദ്ദേഹം ഡൽഹിയെ തൻ്റെ രാജധാനിയാക്കി മാറ്റി. തൻ്റെ രാജധാനിയായിട്ട്, രാജ്യം ഭരിക്കുമ്പോൾ ഒരു സ്ഥലമാണല്ലോ ഇരിക്കാനൊക്കെ, സിംഹാസനം, ആ സിംഹാസനമായി പ്രഖ്യാപിച്ച ഡൽഹിയാണ്. മനസ്സിലായോ? ഓർ യഹാ ഏക് നയാ ഷഹർ ഷാജഹാൻ ആബാദ് ബസയ. അങ്ങനെ ഇവിടെ ഒരു പുതിയ പട്ടണം, ആബാദ് ബസായ. ആബാദ് ബസായ പറഞ്ഞാൽ ജനവാസ യോഗ്യമാക്കി. ആബാദ് ബസായ ജനവാസ യോഗ്യമാക്കി. മനസ്സിലാവുണ്ടോ? ആബാദ് ബസായ പറയും, ജനവാസ യോഗ്യമാക്കി. മനസ്സിലായല്ലോ? എഴുതണില്ല എല്ലാവരും? എഴുതിക്കോളിട്ടോ. അപ്പോൾ ഇവിടെ ഒരു പുതിയ പട്ടണം ഷാജഹാൻ ആബാദ് ബസായ. उसी शहर में जमुना नदी के किनारे उसने एक कला बनवाया. ആ പട്ടണത്തിൽ തന്നെ യമുന നദിയുടെ അടുത്ത് അദ്ദേഹം ഒരു കോട്ട പണിതു. ഏക കലാ ബൻവായ, പഠിപ്പിച്ചു എന്ന് പറയും. മൂപ്പരുണ്ടാക്കൂല, പണിക്കാരോട് പറഞ്ഞ് ഉണ്ടാക്കിപ്പിക്കും. അതാണ് എന്താ ബൻവായ എന്ന് പറഞ്ഞാൽ. ഒരു കോട്ടയുടെ പണി കഴിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എവിടെ? ആ നാട്ടിൽ തന്നെ, യമുന നദിയുടെ അടുത്തായിട്ട്. മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ആ. ഉസ്കി തമീർ മേ ലാൽ പത്തർ കാ ഇസ്തേമാൽ കിയാ ഗയാ. അത് നിർമ്മിക്കുന്ന വിഷയത്തിൽ ചുവന്ന കല്ലുകൾ ഉപയോഗിക്കപ്പെട്ടിരുന്നു. അതിനെ നിർമ്മിക്കുന്നതിൽ ചുവന്ന കല്ലുകൾ ഉപയോഗിക്കപ്പെട്ടു. ഇപ്പം എന്തൊക്കെ നമ്മൾ പറഞ്ഞ്? മുഗൾ ബാദഷാ ഷാജഹാന് ഈ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഡൽഹി തൻ്റെ രാജധാനിയാക്കി മാറ്റിയപ്പോൾ അവിടെ ഒരു പുതിയ ഒരു പട്ടണം ജനവാസയോഗ്യമാക്കി. ആ ഒരു നാട്ടിലെ യമുന നദിയുടെ അടുത്ത് ഒരു കോട്ട പണിതു. ആ പണിയുന്ന കോട്ടയിൽ തന്നെ ചുവന്ന കല്ലുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. മനസ്സിലായോ? അതിനാണ് എന്ത് പറയുന്നത്? റെഡ് ഫോർട്ട് എന്ന് പറയുന്ന. ലാൽ കില കഹാ ജാത്താ ഹെ. റെഡ് ഫോർട്ട്, ചെങ്കോട്ട എന്ന് പറയുന്ന. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, കണ്ടവർ കുറവായിരിക്കും. ലാൽ കില കി ദോ ഇമാരത്തെ ബഹുത് മശൂറായി. ചെങ്കോട്ടയുടെ 2 കെട്ടിടങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2 നിർമ്മിതികൾ എന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലായിട്ട് പറയണേ? ഏക് ദീവാനെ ആം ഓർ ദൂസരി ദീവാനെ ഖാസ്. ഒന്ന് ദീവാനെ ആം എന്നാണ് അറിയപ്പെടുക. ഒന്നെന്താ അറിയപ്പെടുക? ദീവാനെ ആം. മറ്റൊന്നോ ദീവാനെ ഖാസ്. അപ്പോൾ ദീവാനെ ആമിലാണ് എന്തുണ്ടാവുക? ബാദുഷാ ദർബാർ കർത്തേ ഓർ അവാം കെ മസായിൽ സുൻതേ. ദീവാനെ ആമിൽ വെച്ചാണ് രാജാവ് ദർബാറൊക്കെ നോക്കുന്നതും അതുപോലെ പൊതുജനങ്ങളുടെ വിഷയങ്ങളൊക്കെ കേൾക്കുന്നതും പരാതികളും പരിഭവങ്ങളും അതിന് പരിഹാരം കാണലൊക്കെ അവിടെ വെച്ചാണ് ദീവാനെ ആമെന്ന്. ദീവാന് ഖാസിലാരുണ്ടാവുക? ബാദുഷാ അമീറോ ഓർ വസീറോ സെ സ്വലാഹോ മഷ്വറ കർത്തേത്തെ. രാജാവ് അമീർമാരുമായിട്ടും മന്ത്രിമാരുമായിട്ടൊക്കെ സ്വലാഹോ മഷ്വറ കർത്തേത്തെ, അവിടെയുള്ള നന്മകൾ, അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ, പദ്ധതികൾ, അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണ് എന്ത്? ദീവാനെ ഖാസ് എന്ന് പറയുന്നത്. അപ്പോൾ ദീവാനെ ഖാസിൽ എല്ലാവർക്കും പോകാൻ പറ്റൂല. ദീവാനെ ആമക്ക് ആർക്കും ചെന്ന് പരാതി ബോധിപ്പിക്കാം എന്നുള്ള രീതിയിലായിരുന്നു ആ കെട്ടിടത്തിൽ പണിതപ്പോൾ അവിടെ ഉണ്ടാക്കിയ ദീവാനെ ആമ്
അതുപോലെ ദീവാനെ ഖാസ് എന്ന് പറയുന്ന 2 കെട്ടിടങ്ങൾ. മനസ്സിലായില്ലേ? പിന്നെ ലാൽ കില മേ സംഗെ മർമർ കി ഏക് ഖൂബ്സൂരത് മസ്ജിദ് ബി ഹെ. ചെങ്കോട്ടയുടെ ചെങ്കോട്ടയിൽ സംഗെ മർമർ മാർബിൾ കല്ല്, മാർബിൾ കല്ലിനാലുള്ള ഒരു മനോഹരമായ പള്ളിയുമുണ്ട്. മാർബിൾ കല്ലിനാലുള്ള ഒരു മനോഹരമായ പള്ളിയുമുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് എടുക്കാം കേട്ടോ. ഇത്ര എല്ലാവർക്കും മനസ്സിലായില്ലേ? ശരിക്കും മനസ്സിലാക്കിയിട്ട് ലെവലാക്കി പഠിച്ച് വരിക, എഴുതുക. അസ്സലാമു അലൈക്കും.